റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിഴിഞ്ഞം തുരങ്കപാത നിർമ്മാണത്തിൽ പുനഃപരിശോധന നടത്തണമെന്ന ശശി തരൂർ MP. മുഖ്യമന്ത്രിക്കും തുറമുഖ വകുപ്പ് മന്ത്രിക്കും കത്തയച്ചു. പുതിയ അലൈൻമെന്റ് പ്രദേശവാസികളിൽ വലിയ ആശങ്കയുണ്ടാക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിലൂടെയാണ് പാത വരുന്നത്. ദുരിതബാധിതർക്ക് ന്യായമായ പുനരധിവാസം ഉറപ്പാക്കണമെന്നും തരൂർ അയച്ച കത്തിലുണ്ട്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഒരിടവേളയ്ക്ക് ശേഷമാണ് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള ശശി തരൂരിന്റെ പ്രതികരണം വരുന്നത്. എന്താണ് അദ്ദേഹം അയച്ച കത്തിൽ പറയുന്നത്? സ്മൃതി, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നാലെ തന്നെ വിഴിഞ്ഞത്തെ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് ബാലരാമപുരം തൊട്ട് വിഴിഞ്ഞം വരെയുള്ള ഈ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കരാർ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വർഷമാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു DPR ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയതും മന്ത്രിസഭ അത് അംഗീകരിച്ചതും. ഇതിന് പിന്നാലെ തന്നെ കോട്ടപ്പുറം നിവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ട് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. കാരണം ആദ്യത്തെ DPR ഇതിൽ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ വഴിയല്ലായിരുന്നു DPR വന്നിരുന്നത്. പക്ഷേ രണ്ടാമത്തെ അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കോട്ടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒട്ടനവധി സ്കൂളും പള്ളികളും ഒക്കെ ഉള്ള ഒരു പ്രദേശത്തുകൂടിയാണ് നിലവിലെ DPR സൂചിപ്പിക്കുന്നത്. അങ്ങനെ വന്ന ഒരു ഘട്ടത്തിലാണ് റിപ്പോർട്ട് TV ഈ വാർത്ത പുറത്തുവിട്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥലം MP കൂടിയായിട്ടുള്ള ശശി തരൂർ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു പുനഃപരിശോധന സർക്കാർ നടത്തണം. കാരണം 500ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്നത്. അതിലുപരിയായിട്ട് 3 സ്കൂളുകൾ, ഹയർ സെക്കൻഡറി അടക്കമുള്ള സ്കൂളുകളുണ്ട്, 2 ഇടവകകളുണ്ട്. ഇത്തരത്തിൽ ധാരാളം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലൂടെ അല്ല ഇത്തരത്തിലൊരു പദ്ധതി വരേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ ശശി തരൂർ MP സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആൾ പ്രദേശം ഇല്ലാത്തൊരു സ്ഥലത്തൂടെ വന്നാൽ മാത്രമേ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഒഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. നിലവിലെ DPR സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു DPR ബന്ധപ്പെട്ട് ഒരു ചർച്ച തുറമുഖ മന്ത്രിക്കുമാണ് ഇപ്പോൾ ശശി തരൂരിന്റെ കത്ത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.